ഹായ് എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ കേട്ടോ. ഇത് റേഷൻ അരിയാണ് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് പുട്ടുപൊടി ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. റേഷൻ അരി കിട്ടിയാൽ ചോറ് വയ്ക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണല്ലോ പുട്ട്. ഇവിടെ ഷിബേഡിന് ഇതുകൊണ്ട് ചോറ് വയ്ക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുട്ടുപൊടി ഉണ്ടാക്കി വെക്കലാണ്. ചില ദിവസങ്ങളിൽ പൊടി കഴിഞ്ഞ ദിവസങ്ങളാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ പൊടിച്ച് വറക്കൊന്നും ചെയ്യാതെ അങ്ങനെ പുട്ടുണ്ടാക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ കുതിർത്ത് പൊടിച്ച് കൊടുന്ന് പിന്നെ അത് വറുത്ത് വെച്ചിട്ടുള്ള പുട്ടാണ് ഏറെ ടേസ്റ്റ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഓണമൊക്കെ ആയതിനാൽ ഇപ്രാവശ്യം അത് കുറച്ചധികം അരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ ഞാൻ പുട്ടുപൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ചാണ്ട് ഊറ്റി ഒരു മുണ്ടിൽ നിരത്തിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു വിരിയും കൂടി വിരിച്ചിട്ടുണ്ട്. രാത്രിയിലാണ് ഇങ്ങനെ ആക്കി വെച്ച് രാവിലെ ആകുമ്പോഴേക്ക് വെള്ളം വലിഞ്ഞു. രാവിലെ വേഗം പൊടിക്കാൻ കൊണ്ടുപോയി. രാവിലെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ പൊടിയെല്ലാം വറുത്തെടുക്കുക. നല്ലതുപോലെ വറുത്തെടുക്കുക. നല്ലപോലെ വറുത്തെടുത്താൽ നമുക്ക് പുറത്ത് തന്നെ അത് സൂക്ഷിച്ച് വെക്കാം. ഒരു കേടും വരാതെ കുറേ ദിവസങ്ങളിരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരാവശ്യമല്ല. ഇങ്ങനെ വറുത്തെടുത്താൽ ആ പൊടിക്കും പുട്ടിനും തന്നെ നല്ലൊരു മണവും ടേസ്റ്റുമാണ്. എനിക്കിതാണ് ഏറ്റവും ഇഷ്ടം. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണേക്കാട്ടിലും എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്. പിന്നെ സമയം ലാഭിക്കാം. രാവിലെ വേഗം നനച്ചെടുത്ത് പുട്ടാക്കിയാൽ മതിയല്ലോ. മറ്റേതാണെങ്കിൽ നമുക്ക് ഊറ്റി ഒന്ന് വെള്ളം വലിഞ്ഞ് പൊടിച്ചെടുക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ ആദ്യം ഇതിന് കുറച്ച് സമയം നിൽക്കണം എന്നുള്ളത് നമുക്ക് ഒഴിവിനനുസരിച്ച് പൊടിച്ച് വറുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ടേസ്റ്റും കൂടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുട്ടുണ്ടാക്കിയാണ്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. പുട്ട് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും അധികം ഉണ്ടാവില്ല അല്ലേ. പുട്ടിൻ്റെ കൂടെ ഏത് കോമ്പിനേഷൻ ആയാലും പോവും. പുട്ടും പപ്പടം, പുട്ടും പഴം, അതുപോലെ ചിക്കൻ കറി, പിന്നെ കടലക്കറി, പുട്ടും കടല, അങ്ങനെയൊക്കെ നമ്മൾ പറയൂലേ. പിന്നെ ആവിയിൽ വേവിച്ചെടുക്കണ ഇതുമല്ലേ, ഹെൽത്തിയാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റേഷൻ അരിയൊക്കെ കിട്ടുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ റേഷൻ അരി കിട്ടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ കണ്ട് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ, താങ്ക് യു.